ലക്ഷ്യയെ പറ്റി 2 വാക്ക് പറയാൻ ശ്രീമാൻ നൈസലിനെ ക്ഷണിച്ചിടുന്നു. നമസ്കാരം. എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടീം ലക്ഷ്യയെക്കുറിച്ച് 2 വാക്ക് പറയുക എന്നുള്ളതാണ് എനിക്കിവിടെ തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ടീം ലക്ഷ്യയെക്കുറിച്ച് പറയുന്നതിന് ഒരു ചെറിയ കഥ എനിക്ക് പറയണമെന്നുണ്ട്. നിങ്ങൾക്കെന്താ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. സാധാരണ നമ്മൾ കഥ പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി, കാരണം അവർക്ക് കഥ കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ കഥ പറഞ്ഞു കൊടുക്കുക അവർ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഈ കഥ നമ്മൾ വലുതായി അല്ലെങ്കിൽ മുതിർന്നവർ എന്ന് ധരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കഥയാണ്. ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലെന്ന പോലെ ഈ കഥയിൽ ഡയറക്ടറും പാട്ട് എഴുതിയതും പാട്ട് പാടിയതും അഭിനയിച്ചതും എല്ലാം ഞാൻ തന്നെയാണ്. ഈ കഥ നടക്കുന്നത് ഏതാണ്ട് ഒരു 6 വർഷം മുന്നേ, അതായത് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അന്നത്തെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോർപ്പറേറ്റ് ടേമിൽ പറയുമ്പോഴത്തേക്ക് വർക്ക് ഹാർഡ് പാർട്ടി ഹാർഡ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ കമ്പനീസ് നമ്മളെ ഊറ്റിയെടുക്കും. അതാണ് വർക്ക് ഹാർഡ് എന്ന് പറയുന്നത്. പാർട്ടി ഹാർഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വെള്ളമടിച്ച് മരിക്കുക, ശനിയും ഞായറും. അപ്പൊ അതായിരുന്നു അന്നത്തെ കോൺസെപ്റ്റ്. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. വർക്ക് വെള്ളമടി, വർക്ക് വെള്ളമടി, ഇത്രേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ശനിയാഴ്ച എൻ്റെ ഒരു സുഹൃത്ത്, അതിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഏത് കമ്പനി എന്നാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം എന്നെ ഒരു ശനിയാഴ്ച ഇവിടെ വിളിക്കുന്നു, പറയുന്നു അളിയ നാളെ ഫ്രീ ആണോ? അപ്പൊ സാധാരണ ഈ പയ്യന്മാരുടെ ഇടയ്ക്ക് അളിയ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അളിയ വെള്ളമടിക്കാൻ ഫ്രീ ആണോ? ഈ ശനി ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 2 അടിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്ത ഞാനെന്ന് അളിയൻ പറഞ്ഞു, അളിയ തികച്ചും ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക. അപ്പൊ പറഞ്ഞു, നൈസിൽ അളിയ ഒരു കാര്യം ചെയ്യാം, ഒരു നാളെ രാവിലെ 7 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഏതോ ഒരു സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ, അളിയ ഞാൻ 6 മണിക്കും ഫ്രീ ആണ്, അപ്പൊ നേരത്തെ വരാം. ഈ പറഞ്ഞ പോലെ എൻ്റെ അളിയൻ കറക്റ്റ് സമയത്ത് 7 മണിക്ക് തന്നെ എത്തിച്ചേർന്നു. ഈ മലയാളികൾ ഒരു കാര്യത്തിൽ ഭയങ്കര പങ്ക്ച്വാലിറ്റിയും സെൽഫ് ഡിസിപ്ലിനും ഉണ്ട്. ഏതാണെന്നറിയോ? ബിവറേജ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്നാ നല്ല ലൈനാണെന്നറിയോ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. അപ്പൊ അതേപോലെ അദ്ദേഹം 7 മണിക്ക് എത്തി. ഞാനും അദ്ദേഹം 7 മണിക്ക് വണ്ടിക്കകത്ത് കയറുന്നു. പുള്ളി തന്നെ പുള്ളിയുടെ കാർ കൊണ്ടുവരുന്നു, പോന്നു. ഇപ്പൊ കുറെ ദൂരം ബാംഗ്ലൂർ സിറ്റിയെ കഴിഞ്ഞു ഔട്ട്സ്കേർട്സിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ വണ്ടിക്കകത്ത് പോയിക്കൊണ്ട് മനസ്സ് ഭയങ്കര സന്തോഷം, സിറ്റിക്ക് പുറത്തൊക്കെ പോകുന്നത്. അപ്പൊ ഏതോ ഒരു ഫാം ഹൗസിൽ വെച്ചാണ് പരിപാടി. അപ്പൊ ഒരു ത്രില്ല് ഉള്ളിൽ കൂടുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഔട്ട്സ്കേർട്സ് ഒക്കെ കഴിഞ്ഞു. ഒരു വലിയൊരു കോട്ടേജിൽ ഫ്രണ്ടിൽ നിർത്തി. അപ്പം മനസ്സ് ആഗ്രഹിച്ച പോലെ ഇതാ എത്തിക്കഴിഞ്ഞു എന്റെ ഫാം ഹൗസ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ കുറെ കാറുകൾ നിർത്തിയിട്ടിരിക്കും. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ത്രില്ല് കൂടി, കാരണം ഇത് വലിയ എന്തോ സെറ്റപ്പാണിത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഗേറ്റ് തുറക്കുന്നു, അകത്തേക്ക് കയറുന്നു. ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോൾ കാണാൻ കുറെ പയ്യന്മാർ നിൽക്കുന്നു. വീണ്ടും സന്തോഷം കൂടുന്നു, കാരണം ചെറിയ പാർട്ടി ഒന്നുമല്ല, ഇന്ന് വെള്ളം അടിച്ച് മരിക്കാം എന്നുള്ള സന്തോഷം. അത് കുറച്ച് പ്രായമുള്ള, എനിക്ക് 10-50 വയസ്സുള്ള 2 പേര് വരുന്നു. ഈ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് റൂം എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അപ്പൊ റൂം വരെ റെഡിയാണ്. അപ്പൊ ആ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഞാൻ വേണ്ടി ചോദിക്കുക, അളി എന്ത് പരിപാടിയാണ്, നീ വെയിറ്റ് ചെയ്യ് പറയാം. അതിനകത്തേക്ക് കയറുന്നു. 2-3 പാത്രങ്ങളിനകത്ത് എന്തൊക്കെയോ സാധനം എടുത്തുകൊണ്ട് അവിടെ അത് കൊണ്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്രണ്ട് ഡോറിൽ നിന്ന് ഒരു പറ്റം കൊച്ചു കുട്ടികൾ, ഏതാണ്ട് എനിക്കൊരു 5 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സുള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾ കയറി വന്ന് അവിടെ ഞാൻ നിരന്ന് നിൽക്കുക. ഈ കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ കുളിച്ച് നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഒട്ടിച്ചു വെക്കില്ല, ആ പരുവത്തിൽ കുളിച്ച് വന്ന് ഞാൻ ടിപ് ടോപ്പായിട്ട് നിൽക്കുള്ളൂ. അപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ഞാൻ വിചാരിച്ച സെറ്റപ്പ് അല്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചോദിച്ചു, അളി എന്ത് പരിപാടി? എന്നിട്ട് ഒന്നും പറയുന്നില്ല, നീ വെയിറ്റ് ചെയ്യും. അപ്പൊ മനസ്സിലായി സംഭവം ഒരു ഓർഫനേജ് ആണ്, അവിടെ എന്തിനോ പരിപാടിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് നൈസായിട്ട് മാറ്റി എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതിനായിരുന്നെങ്കിൽ എന്തിനാ എന്നെ ഇത്ര രാവിലെ വിളിച്ച് വരുത്തി, ഞാൻ അവിടെ കാണാൻ കിടന്നു പോകത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നല്ല സഭ്യമായ ഭാഷ നിങ്ങളുടെ പറഞ്ഞു, പക്ഷെ ഞാൻ ഇങ്ങനല്ല അവരടുത്ത് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നിനക്ക് ഫുള്ളല്ലേ വേണ്ടത്, വെയിറ്റ് ചെയ്യും, തരും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യും. ഓർഫനേജ് എന്നല്ല, ഇനി എവറസ്റ്റ് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കയറി വരും. അങ്ങനെ ആ കുട്ടികളുടെ അടുത്ത് ഈ പറഞ്ഞ മുതിർന്ന 2 വ്യക്തികൾ പറയുന്നു അവിടെ ഇരിക്കാൻ പറയുന്നു, കന്നഡയിൽ പറയുന്നു. അപ്പൊ അവരെല്ലാം അവിടെ ഇരിക്കുന്നു.
അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ആഹാരം റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ റെഡിയാണെന്ന് ഞാനും പറഞ്ഞു, കാരണം നമ്മുടെ പ്രതീക്ഷ മറ്റേ അത് പെട്ടെന്ന് തീർത്തിട്ട് വേണ്ടേ പോവാൻ. അപ്പൊ അവിടെ നമുക്ക് സാധാരണ അപ്പോഴാണ് ആ പ്ലേറ്റ് ഒക്കെ മാറ്റുന്നത്. ആ പ്ലേറ്റ് ഒക്കെ മാറ്റിയപ്പോഴത്തേക്ക് ഇഡലി ഒരു ചെരുവത്തിനകത്ത് ഇഡലി, പിന്നെ ഒന്ന് വട, പിന്നെ ചമ്മന്തിയും സാമ്പാർ, സാധാരണ ആഹാരം. അപ്പൊ നമ്മൾ അവർക്ക് 3 എണ്ണം വെച്ച് വിളമ്പി ഇങ്ങനെ കൊടുക്കും. വിളമ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ കാണാം നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരം. അതല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ ഒരിക്കലും കഴിക്കാത്തില്ല. അപ്പൊ ഞാൻ കഴിക്കാത്ത ആഹാരം, അതല്ലെങ്കിൽ നമ്മള് സാധാരണക്കാരുടെ ആഹാരം അവര് കഴിക്കുന്ന ആ ഒരു ആർത്തിയോടെ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഡിസ്കംഫേർട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഒരു കുട്ടി അതിനകത്ത് എന്നെ ഇങ്ങനെ നോക്കും, ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, താഴോട്ട് നോക്കും, താഴോട്ട് നോക്കും. അപ്പൊ എന്തോ ആ കുട്ടിക്ക് എന്നോട് പറയാനുണ്ട്, എന്തോ പറയാനുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു, എനിക്ക് അറിയാവുന്ന കന്നഡയിൽ ഞാൻ ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു, വീണ്ടും ചോദിച്ചു, ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ചോദിച്ചു, എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് അറിയണമെന്നുള്ള ക്യൂരിയോസിറ്റി എനിക്കും വളർന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ കുട്ടി എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ കുറച്ചു നേരം ഞാൻ നോക്കി. ആ കുട്ടി അറിയാതെ ആ കൊച്ചിന്റെ കണ്ണ് നനഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു ഇഡ്ഡലി കൂടെ തരുമോ? ആ ഒരു സെക്കൻഡ് ഇറ്റ് വാസ് എ ബ്ലാക്ക് ഔട്ട് ഫോർ മീ. എല്ലാം എന്ന് പറഞ്ഞാൽ ആഹാരം ഞാൻ കഴിക്കാൻ എടുത്ത് കളയുന്ന ആ ആഹാരം ചോദിക്കാൻ വരെ ആ വ്യക്തിക്ക് മടി. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരോട് പറഞ്ഞിട്ടുണ്ട് 1 സെറ്റ് കൂടുതൽ വാങ്ങിക്കരുത്. ഞാൻ 1 അല്ല 3 ഇഡ്ഡലി കൊടുത്തതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി പുറത്തു പോയി. കാരണം എന്തോ മനസ്സുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത്. കാരണം ആ ഒരു സെക്കൻഡിന് മുന്നേ വരെ ഒരു ഫുള്ളിന് വേണ്ടി അടിയുണ്ടാക്കിയ ഞാൻ അവിടെ ആഹാരം കഴിക്കാതിരിക്കാൻ ആളുണ്ട്, അതൊന്നും മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം ഏതൊക്കെ ഓർഫനേജ് ഞാൻ പോയിട്ടുണ്ടോ മാക്സിമം ആൾക്കാരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവർ വരത്തില്ലെങ്കിലും നിർബന്ധിച്ചും വഴക്ക് പറയും ചീത്ത വിളിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാരും പറയാറുണ്ട് നമുക്കൊന്നുമില്ല, നമുക്ക് ആഹാരമില്ല, അല്ലെങ്കിൽ നമുക്ക് കമ്പനിയിൽ ഇൻക്രിമെന്റ് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ എനിക്ക് നല്ല കാറില്ല, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്തവരെ ഫ്രണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒന്നുമില്ലാത്തവരായി മാറിത്തീരുന്നത്. അങ്ങനെ ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല. ഒരൊറ്റ ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു നോക്കണം. യു വിൽ ഫീൽ പ്രൗഡ് that you are born. You'll feel proud that you are a human being. You'll feel proud that you exist. So, ഇന്നത്തെ ഈ ദിവസം ഈ കുട്ടികളോടൊപ്പം ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ പാടും, ചാടും, എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാം ഞാൻ ചെയ്യും. നിങ്ങളോട് എനിക്ക് ഒറ്റൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഇവരോടൊപ്പം കളിക്കാൻ ഡാൻസ് ചെയ്യാനും നിങ്ങൾ എൻ്റെ കൂടെ കാണുമോ? ജസ്റ്റ് യെസ് ഓർ നോ. എനിക്ക് രതീഷ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലക്ഷ്യത്തെക്കുറിച്ച് പറയുക എന്നുള്ളത്. അപ്പം ഈ ഒരു കൂട്ടായ്മ, അതായത് ഗ്രൂപ്പ് ഓഫ് ഫോക്കസ് പീപ്പിൾ വിത്ത് ഫോക്കസ് എയിം ടു ഹെൽപ്പ് സംബഡി ഇൻ ദെയർ ലൈഫ്, ആൻഡ് ദാറ്റ് ഈസ് ലക്ഷ്യ. ഇതിനെ കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല ലക്ഷ്യത്തെക്കുറിച്ച്. താങ്ക് യു.